നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വോട്ടുകൊള്ള ആരോപണം രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് തുറന്ന കത്ത്. 272 പ്രമുഖരാണ് രാഹുലിനെ വിമർശിച്ച തുറന്ന കത്തിൽ ഒപ്പുവെച്ചത്. 16 ജഡ്ജിമാരും 14 അംബാസഡർമാരും 133 വിമുക്ത ഭടന്മാരും കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായ രാഹുലിന്റെ വിമർശനത്തെ അപലപിച്ചാണ് കത്ത്. SIR പ്രക്രിയയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രാഹുൽ ഗാന്ധി തുടർച്ചയായി വിമർശിക്കുന്നതിനിടയിലാണ് ഈ സംഭവം. ഇന്ത്യയുടെ ജനാധിപത്യം ബലപ്രയോഗത്തിലൂടെയല്ലെന്നും മറിച്ച് അതിന്റെ അടിസ്ഥാന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള വിഷലിപ്തമായ ആരോപണത്തിന്റെ വർദ്ധിച്ചുവരുന്ന വേലിയേറ്റത്തിലൂടെയാണ് ആക്രമിക്കപ്പെടുന്നതെന്ന് സിവിൽ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരായ ഞങ്ങളുടെ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിക്കുന്നുവെന്ന് ദേശീയ ഭരണഘടനാ അധികാരികൾക്കെതിരായ ആക്രമണം എന്ന തലക്കെട്ടോടെ എഴുതിയ കത്തിൽ ഒപ്പിട്ടവർ പറഞ്ഞു. വെഞ്ഞാറമൂട്ടിൽ 16-കാരനെ ISൽ ചേർക്കാൻ പ്രേരിപ്പിച്ച സംഭവത്തിൽ വിശദാന്വേഷണം ആരംഭിച്ച് ATS. കുട്ടിയുടെ ഉമ്മയുടെ ആൺസുഹൃത്തിന്റെ മുൻകാല വിവരങ്ങളിൽ അന്വേഷണം ആരംഭിച്ചു. കനകമല കേസുമായി ബന്ധപ്പെടുത്തിയും അന്വേഷണം നടക്കുന്നുണ്ട്. ISൽ ചേരാൻ പ്രേരിപ്പിച്ചതിന്റെ ഫോൺ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതികളായ അമ്മയും ആൺസുഹൃത്തും UK-യിലായതിനാൽ നിയമോപദേശം തേടും. NIAയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമ്മയും ആൺസുഹൃത്തും ചേർന്ന് 16-കാരനെ ISൽ ചേരാൻ പ്രേരിപ്പിച്ചു എന്നായിരുന്നു കേസ്. ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ദൃശ്യമായ അസാധാരണ തിരക്കുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ജനത്തിരക്ക് നിയന്ത്രിക്കാനാകാത്തതിന് കാരണം കൃത്യമായ ഏകോപനമില്ലാത്തതാണെന്ന് കോടതി വിമർശിച്ചു. പറഞ്ഞതൊന്നും നടന്നില്ലല്ലോ എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. 6 മാസം മുൻപ് പണികൾ നടക്കണമായിരുന്നുവെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യത. വടക്കൻ ജില്ലകളിൽ മഴ കനക്കുന്നുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകി. വരുന്ന 22-ാം തീയതി ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളാനും ഇത് 48 മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സമ്മർദ്ദം വ്യക്തമായിട്ടും BLOമാർക്കുള്ള ചുമതലകളിലും ടാർഗറ്റുകളിലും മാറ്റമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLO ഡ്യൂട്ടിക്ക് തടസ്സം നിന്നാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. എന്യൂമറേഷൻ ഫോം തിരികെ ശേഖരിക്കുന്ന നടപടി തുടങ്ങിയെന്നും CEO വ്യക്തമാക്കി. കേരളത്തിലെ SIRനെതിരായ ഹർജികൾ സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. സംസ്ഥാന സർക്കാരും CPIM, മുസ്ലിം ലീഗ്, കോൺഗ്രസ് പാർട്ടികൾ നൽകിയ ഹർജികളും ഇന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് മുൻപാകെ മെൻഷൻ ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സ്.